എല്ലാവർക്കും ബിബീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ദിസ് ഈസ് തേഴ്സ്ഡേ മോർണിംഗ്. അപ്പനും മക്കൾക്കും ഒക്കെ പോകണം. സാധാരണ പോലെ തന്നെ തിരക്കിട്ട പ്രഭാതം. സാധാരണ പോലെ തന്നെ രാവിലത്തെ ചായ കുടിയും കഴിഞ്ഞ് ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചു. ഒരു സ്റ്റൗവിൻ്റെ ഒരു ബേണറിൽ കറി ഇരിപ്പുണ്ട്. സോയാ ചങ്ക്സ് ആണ് കറി വെക്കുന്നതെന്ന്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് പത്തിരി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരെണ്ണത്തിൽ മീൻ വറുക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പത്തിരി എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, ചോറ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കണേ. നല്ല അടിപൊളി സാധനമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ മാവ് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എണ്ണയിലിട്ട് പൊരിക്കാനുള്ള മടി കാരണം ഞാൻ ചപ്പാത്തി പോലെ ചുട്ടെടുത്തു. പക്ഷേ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ജയ്ക്കുട്ടനും കുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല മയം ഉണ്ട് അമ്മയെന്നും പറഞ്ഞ്, നല്ല മയം ഉണ്ട് കേട്ടോ. സത്യത്തിൽ ചോറ് വെച്ചുണ്ടാക്കിയതല്ലേ. അപ്പോൾ അവർ കറി കൂട്ടാതെ കഴിച്ചു. ഞാനും ജിസും കറി കൂട്ടി തന്നെയാണ് കഴിച്ചേട്ടോ. നമ്മുടെ സോയാ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഈ കറി തന്നെയായിരുന്നു കേട്ടോ. മീൻ വറുത്ത് മാറ്റി വെച്ചു. കുക്കുവിന് മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ചാറ് കറിയും മീനും കൊടുത്തു വിട്ടു. കിളിമീനായിരുന്നു. കിളിമീൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കിളി പോകുമെന്നും പറഞ്ഞാൽ ജിസിന് മുട്ട മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ജിസിന് വേണ്ടിയിട്ട് മുട്ട പൊരിക്കുകയാണ്. കുറച്ച് കൂടുതൽ മുട്ട വേണം. അവർ അവിടെ ഷെയർ ചെയ്ത് കഴിക്കുന്നതാണേ. ക്യാബേജ് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ജിസിൻ്റെ അടുത്ത് ക്യാബേജ് അരിഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഇതാ കണ്ടം കുണ്ടം വെട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ക്യാബേജ് തന്നെയാണ് ഇന്ന് തോരൻ വെക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മേടിച്ച ക്യാബേജ് ഒരു ഇത്തിരി കൂടുതലായിരുന്നേ. അതായത് കുറച്ച് മുഴുത്ത ക്യാബേജ് ആയിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. അതുകൊണ്ട് ക്യാബേജ് ഇടയ്ക്കിടയ്ക്ക് തോരൻ ഒക്കെ വെച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും അങ്ങ് പിടിക്കുകയല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കടുക് പൊട്ടിച്ച് പിന്നെ സവോളയും കറിവേപ്പിലയും വഴറ്റിയിട്ട് ഈ ക്യാബേജും അങ്ങേട്ട് ആവശ്യത്തിന് തേങ്ങയിട്ട് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ടിട്ട് അങ്ങ് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെയും കൂടി ഒന്ന് തോരൻ വെച്ച് നോക്കണം. പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയ്ക്കുട്ടൻ ഇന്ന് സ്കൂളിൽ പോകണില്ല. അവന് ചെറിയൊരു ജലദോഷം. വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ക്ഷീണമൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ തുമ്മലും ഇടയ്ക്കൊക്കെ ഉള്ളത് കൊണ്ട് വേറെ കുട്ടികൾക്കൊന്നും പകരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് വിടുന്നില്ല. അപ്പോൾ കുക്കു സ്കൂളിൽ പോയപ്പോൾ ഞാൻ അവൻ ഉണർന്നത് ഉച്ചയായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഉണർന്ന് വരുന്നത്. പിന്നെ സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് ഭയങ്കര മടിയാണ് എഴുന്നേറ്റ് വരാനായിട്ട്. എഴുന്നേറ്റ് വന്ന പാടെ എന്തായാലും ഞാൻ പത്തിരി ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പാലാണ് രാവിലെ സാധാരണ കുടിക്കാറുള്ളത്. ഇന്ന് അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് അവൻ അത് മതിയെന്ന് പറഞ്ഞ് അത് കഴിച്ച് പിന്നെ ഇച്ചിരി നേരം ടി വിയൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആവി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഈ കഫക്കെട്ടൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട്. എന്നാൽ പിന്നെ വീട്ടിലിരിക്കുമല്ലേ, ഇച്ചിരി പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് വിളിച്ച് കഴിയുമ്പോൾ അവൻ വരികേയില്ല. അവന് പഠിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കളി എത്ര വേണേലും കളിച്ചോളും. പക്ഷേ പഠിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ക്ഷീണം, അവിടെ വേദന ഇവിടെ വേദന, ഉറക്കം വരുന്നു, വിശക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് അവൻ അങ്ങ് പോകും. അപ്പം അവൻ കളി തുടങ്ങി. ഇടയ്ക്ക് ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ഈ മുട്ട പൊളിക്കൽ പിന്നെ അതുപോലെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ മുട്ട പുഴുങ്ങിയത് കണ്ടപ്പോഴേ അവൻ എൻ്റെ അടുത്ത് ചോദിച്ച് മേടിച്ച് കൊണ്ടുപോയി മുട്ട പൊളിക്കാനായിട്ട്. അവൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നടന്ന് എന്നെ വലിച്ചുകൊണ്ട് പോയി ക്രിക്കറ്റ് കളിക്കാനായിട്ട്. എൻ്റെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിലും ഇതേ ഡ്രസ്സ് തന്നെയായിരുന്നു. ഈ വീഡിയോയിലും ഇതേ ഡ്രസ്സ് തന്നെയാണല്ലോ. എന്തൊരു ദരിദ്രവാസി എന്ന് വിചാരിക്കുന്നവരുണ്ടോ, അന്ന് ഞാൻ വീട്ടിലിട്ടതും ഈ ഡ്രസ്സ് തന്നെയായിരുന്നു. കഴുകി ഉണക്കി ഇന്ന് ഞാൻ വീട്ടിലിട്ടതും ഇതേ ഡ്രസ്സ് തന്നെയായിപ്പോയി. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മാറാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ ക്രിക്കറ്റ് കളി തുടരുകയാണ്. എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ. അവൻ്റെ പണ്ടത്തെ ഒരു കുഞ്ഞി ബാറ്റ്, കുഞ്ഞിതായിരുന്നപ്പം എപ്പോഴോ വാങ്ങിച്ച ഒരു ബാറ്റാണ്. പിന്നെ ബോളാണെങ്കിൽ ഏതോ ഒരു ഈ പള്ളിപ്പെരുന്നാളിന് വാങ്ങിച്ച ഏതോ ഒരു തോക്കിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ഒരു കുഞ്ഞി ബോളുണ്ടായിരുന്നു, അതാണ്. പിന്നെ ക്രിക്കറ്റ് സ്റ്റമ്പായിട്ട് വെച്ചിരിക്കുന്നത് ഇതും പള്ളിപ്പെരുന്നാളിന് വാങ്ങിച്ച് തന്നെ ഏതോ ഒരു ലൈറ്റ് കളിച്ചുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. അതിനെ പൊളിച്ചെടുത്തിട്ട് അവൻ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ക്രിക്കറ്റ് കളി തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്താം.